Hello all, welcome to Learnino. ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഓൺ ഏജസ് എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫാദർ ഈസ് ഏജ്ഡ് 3 times more than his son Ronit. ഫാദർ റോണിത്തിനെക്കാട്ടിലും ഇപ്പോ 3 ടൈംസ് ഏജ് കൂടുതലാണ്. 3 ടൈംസ്, 3 ഇയേഴ്സ് അല്ല, 3 ടൈംസ് കൂടുതലാണ്. After 8 years, he would be 2.5 times of Ronit's age. After further 8 years, how many times would he be of Ronit's age? എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ജസ്റ്റ് ഇതിലെ ഫോർമുല ഇട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അപ്പൊ റോണിറ്റ്സ് പെർസെന്റേജ് എക്സ് ആക്കി എടുക്കാം. അപ്പൊ ഫാദേഴ്സ് പെർസെന്റേജ് എക്സ് പ്ലസ് 3x, കാരണം 3 ടൈംസ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. 3 times more എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3x ആണ് എടുക്കേണ്ടത്, ജസ്റ്റ് 3x അല്ല. അപ്പൊ 4x കിട്ടി. ഇനി ഫർദർ 8 years, അപ്പൊ രണ്ട് കൂട്ടർക്കും 8 years കൂട്ടണം. 5/2 times 4x plus 8 is equal to 5/2 into x plus 8. ജസ്റ്റ് ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ x is equal to 8 എന്ന് കിട്ടും. അപ്പൊ റോണിറ്റ്സിന്റെ പെർസെന്റേജ് 8 ആണെന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 16 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ഏജസിന്റെ റേഷ്യോ ആണ്. ഫർദർ 8 years, ആദ്യം 8 years കൂടി, പിന്നെ ഒരു 8 years കൂടുമ്പോൾ ഫർദർ 8 years കഴിയുമ്പോൾ, അതായത് 16 years കഴിയുമ്പോൾ ഇവരുടെ ഏജസിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4x plus 16 by x plus 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x 32 plus 16 48 by 8 plus 16 24, that is equal to 2 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, the sum of ages of 5 children born at interval of 3 years each is 50 years. What is the age of the youngest child? 5 കുട്ടികളുണ്ട്, 3 years ഇന്റർവെല്ലില് ജനിച്ചവരാണ്. അവരുടെ സം ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കുട്ടിയുടെ ഏജ് അറിയില്ല, അപ്പൊ അത് എക്സ് ആക്കി എടുക്കാം. അടുത്തത് അപ്പൊ x plus 3, പിന്നെ x plus 6, പിന്നെ x plus 9, x plus 12. അപ്പൊ നമുക്ക് 5 കുട്ടികളുടെ ഏജ് കിട്ടി. ഈ 5 സം ഈസ് ഈക്വൽ ടു 50. സോൾവ് ചെയ്യുമ്പോൾ x ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ ഏജ് ഓഫ് യങ്ങസ്റ്റ് ചൈൽഡ് ഈസ് ഈക്വൽ ടു 4 years. ഓക്കെ അല്ലേ? A father said to his son, I was as old as you are at the present at the time of your birth. അതായത് നീ ജനിക്കുന്ന സമയത്ത് നിനക്ക് ഇപ്പൊ എത്ര വയസ്സാണോ അത്രയും വയസ്സായിരുന്നു എനിക്ക് എന്നാണ് ഫാദർ പറയുന്നത്. If the father's age is 38 years now, son's age 5 years back is. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതായത് അപ്പൊ സണ്ണിന്റെ പെർസെന്റേജ് എക്സ് ആക്കി എടുക്കുക. അപ്പോ എക്സ് ഇയേഴ്സ് ബാക്ക്, എക്സ് ഇയേഴ്സ് ആണ് സണ്ണിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണ് ജനിച്ചിട്ട് എക്സ് ഇയേഴ്സ് ആയി. അപ്പൊ എക്സ് ഇയേഴ്സ് ബിഫോർ എന്ന് പറയുമ്പോ ഫാദറിന് പെർസെന്റേജ് 38 ആയതുകൊണ്ട് എക്സ് ഇയേഴ്സ് ബാക്ക് എന്ന് പറയുമ്പോ ഫാദറിന്റെ ആ സമയത്തുള്ള ഏജ് 38 മൈനസ് എക്സ് ആണ്. അതായത് 38 minus x is equal to x എന്ന് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ x is equal to 19 എന്ന് കിട്ടും. അപ്പൊ സണ്ണിന്റെ ഏജ് 5 years ബാക്ക് എന്ന് പറയുമ്പോൾ 19 minus 5 is equal to 14 years എന്നാണ് ആൻസർ കിട്ടുക. ഇനി A is 2 years older than B, who is twice as old as C. If the total of the ages of A, B and C is 27, how old is B? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ജസ്റ്റ് വേരിയബിൾ ഇട്ട് ചെയ്യുക. നിങ്ങൾ 2-3 വേരിയബിൾ ഒക്കെ ഇട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ടേംസിലേക്ക് മറ്റു രണ്ടെണ്ണം മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പൊ സിയുടെ ഏജ് എക്സ് ആക്കി എടുക്കാം. അതിൽ നിന്ന് ബിയുടെ ഏജ് അതിന്റെ ട്വൈസ് ആയതുകൊണ്ട് 2x കിട്ടി. എയുടെ ഏജ് 2x plus 2 കിട്ടി. അപ്പൊ നമുക്ക് ഒരേ വേരിയബിളില് 3 എണ്ണം കിട്ടി. അല്ലാതെ സിയുടെ ഏജ് സി, ബിയുടെ ഏജ് ബി, ബി ഈസ് ഈക്വൽ ടു 2c,
A is equal to 2C plus 2 എന്നൊക്കെ എഴുതിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ നമ്മൾ സി എന്നുള്ള ടേംസിലേക്ക് ആക്കണം. അല്ലാതെ എ ബി സി മൂന്നും കൂടെ വെച്ചിട്ട് ചെയ്യാൻ നിന്നാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ 2x plus 2 plus 2x plus x is equal to 27 എന്ന് കിട്ടും. അതിൽ നിന്ന് 5x equal to 25 എന്ന് കിട്ടും. x is equal to 5 എന്ന് കിട്ടും. B's age എന്ന് പറയുന്നത് 2x ആണ്. that is equal to 10 years കിട്ടും. ഇതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതാണ് നമ്മൾ ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ x is equal to 5 എന്ന് കിട്ടും. ചിലപ്പോൾ ഓപ്ഷനിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ 5 എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നേരെ പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. ബിയുടെ ഏജാ ചോദിച്ചെന്നുണ്ടെങ്കിൽ ബിയുടെ, എയുടെ ചോദിച്ചെന്നുണ്ടെങ്കിൽ എയുടെ, ഏതാ ചോദിച്ചതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. Present ages of Samir and Anand are in the ratio 5:4 respectively. 3 years hence the ratio of their present ages will become 11:9. What is Anand's present age in years? Present age of Samir and Anand ഈ 5x ഉം 4x ഉമായിട്ട് എടുക്കുക. അപ്പൊ 5x plus 3 by 4x plus 3 is equal to 11/9 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇനി ജസ്റ്റ് ഈ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ സോൾവ് ചെയ്യേ വേണ്ടുള്ളൂ. 9 into 5x plus 3 is equal to 11 into 4x plus 3. അത് സോൾവ് ചെയ്യുമ്പോൾ x is equal to 6 എന്ന് കിട്ടും. ആനന്ദിന്റെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 4x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത ചോദ്യം. A man is 24 years older than his son. In 2 years he will be twice the age of his son. Present age of his son is. അപ്പൊ ഇപ്പോ മാനിന് സണ്ണിന്റെ ഏജിനേക്കാൾ 24 കൂടുതലാണ്. അപ്പൊ ഇപ്പോഴത്തെ സണ്ണിന്റെ ഏജ് x ആണെങ്കിൽ ഇപ്പോഴത്തെ മാനിന്റെ ഏജ് x plus 24 ആണ്. 2 വർഷം കൂടുമ്പോൾ x plus 2, സൺ x plus 2 ആവുമ്പോൾ ഫാദർ x plus 26 ആവും. അപ്പൊ x plus 26 എന്ന് പറഞ്ഞാൽ x plus 2ന്റെ into 2 ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് x is equal to 22 എന്ന് കിട്ടും. അതാണ് ആൻസർ. അടുത്തത്. സം ഓഫ് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആൻഡ് ഹിസ് സൺ ഈസ് 60 years. 6 years hence, hence എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്, ago എന്ന് പറഞ്ഞാൽ മുന്നേ. ഫാദേഴ്സ് ഏജ് വാസ് 5 times the age of the son. 6 years മുന്നേ ആവുമ്പോ ഫാദേഴ്സ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 times age of his son ആയിരുന്നു. After 6 years, son's age will be എന്നാണ് ചോദ്യം. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആൻഡ് സണ്ണിന്റെ സമ്മ് 60 ആണ്. അപ്പൊ എക്സും 60 മൈനസ് എക്സും ആയിട്ട് എടുക്കാം. ഇനി 6 വർഷത്തിന് മുന്നേ, അപ്പൊ സണ്ണിന്റെ ഏജ് എക്സ് മൈനസ് 6 ആവും. ഫാദറിന്റെ ഏജ് 60 മൈനസ് എക്സ് മൈനസ് 6 ആവും. അത് 5 ടൈംസ് ഏജ് ഓഫ് ദ സൺ ആയിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ കിട്ടും നമുക്ക്. 54 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 5x മൈനസ് 30 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു 14 എന്ന് കിട്ടിയ സൺസ് ഏജ് ആഫ്റ്റർ 6 years ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചത്, ആഫ്റ്റർ ആണോ ബിഫോർ ആണോ? കിട്ടിയത് ചിലപ്പോൾ പ്രസന്റ് ആയിരിക്കും, പക്ഷെ ചോദിക്കുക ആഫ്റ്റർ ബിഫോർ ആയിരിക്കും. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ഫൈനലൈസ് ചെയ്യാൻ. അപ്പൊ അത് 14 plus 6 is equal to 20 years കിട്ടും. The question. At present, the ratio between the ages of Arun and Deepak is 4:3. After 6 years, Arun's age will be 26 years. What is age of Deepak at present? അപ്പൊ ഇപ്പോഴത്തെ റേഷ്യോ ബിറ്റ്വീൻ അരുൺ ആൻഡ് ദീപക് എന്ന് പറഞ്ഞാൽ 4:3 ആണ്. 6 വർഷത്തിന് ശേഷം അരുൺ എന്താവും? 26 ആവും. 6 വർഷത്തിന് ശേഷം സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 6 വർഷത്തിന് ശേഷം അരുൺ 26 ആവുകയാണെങ്കിൽ ഇപ്പൊ അരുൺ എത്രയാ? 20 ആണ്. ഇപ്പൊ അരുൺ 20 ആണെങ്കിൽ ഈ 4 എന്നുള്ള റേഷ്യോ പാർട്ടിന് ഈ 4x എന്നുള്ള റേഷ്യോ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 20 ആണ്. x is equal to 5 ആണ്. അപ്പൊ ദീപക് ഏജ് എന്ന് പറഞ്ഞാൽ 3 into x is equal to 15 years ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി അടുത്തത്. Sachin is younger than Rahul by 7 years. If their ages are in respective ratio 7:9, how old is Sachin? Sachin younger than Rahul by 7 years. Our respective ratio 2
നമുക്ക് തന്നിട്ടുള്ളത് 7:9 ആണ്. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അതായത് ഈ 2 എന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് 7 years. 2 എന്നുള്ളത് 7 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്നുള്ളത് 3.5 എന്ന് കിട്ടും. അപ്പൊ സച്ചിൻ എന്ന് പറയുന്നത് 7 എന്നുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അത് നമുക്ക് 7 into 3.5 is equal to 24.5 എന്ന് കിട്ടും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല ഇട്ട് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ റേഷ്യോ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് റേഷ്യോ മെത്തേഡിലാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ മെത്തേഡാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫോർമുല ഇട്ട് ചെയ്ത് കിട്ടും, കൺഫ്യൂഷൻ ഒന്നും വരില്ല, പക്ഷെ ടൈം കൺസ്യൂം ആവും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ x - 7 by x is equal to 7/9 എന്ന് എടുക്കുക. x സോൾവ് ചെയ്യുമ്പോൾ 31.5 എന്ന് കിട്ടും. അപ്പൊ സച്ചിന്റെ ഏജ് എന്ന് പറയുന്നത് 24.5 എന്ന് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് the present ages of 3 persons are in the proportion 4:7:9. 8 years ago sum of their ages was 56. Find the present age. അപ്പൊ 8 years ago എന്ന് പറയുമ്പോൾ അവരുടെ സം ഓഫ് ഏജസ് 56 ആയിരുന്നു. അപ്പൊ 8 years ago എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ മാറുമല്ലോ. അപ്പൊ 8 years കഴിഞ്ഞിട്ട് വരും. ഇപ്പൊ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏജ് 8 years കൂടി വരും. അപ്പൊ എന്ത് വരും? ടോട്ടലി 24 കൂടും. അപ്പൊ ടോട്ടൽ വരുന്നത് 80 ആണ്. അപ്പൊ ഇതിന്റെ സമ്മ, ഈ റേഷ്യോ പാർട്ടുകളുടെ സമ്മ, അതായത് 16 + 420 എന്ന് പറയുന്നതാണ് 80 എന്നുള്ള പാർട്ട്. അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4 ആവുമ്പോൾ നമുക്ക് ഓരോന്നും കിട്ടുക 4 × 4 16, 7 × 4 28, 9 × 4 36 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക. ഇനി ഇതിന്റെ ഫോർമുല ഇട്ടിട്ടുള്ള മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് അപ്ലൈ ചെയ്യാം. പ്രസന്റ് ഏജസ് എന്ന് പറയുമ്പോൾ 4x, 7x, 9x റെസ്പെക്റ്റീവ്ലി -8 ചെയ്ത് കഴിഞ്ഞാൽ 56. അതിന് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ബേസിക്കലി 20x is equal to 80, x is equal to 4, 4x equal to 60, 7x equal to 28, 9x equal to 36 years റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏജസിൽ വരുന്നത്. വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഫൈനലി കമന്റിലോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.